ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജൂൺ 15 മുതൽ 21 വരെയുള്ള ഒരാഴ്ചക്കാലത്ത് 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫലസൂചനകളും പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഭാരതീയ ആചാരപ്രകാരം നമ്മൾ ഗ്രഹങ്ങളെ, അതായത് പ്ലാനറ്റ്സിനെ പ്ലാനറ്റ്സ് ആയിട്ടല്ല നമ്മൾ കാണുന്നത്, നമ്മൾ ഗ്രഹദേവതമാരായിട്ടാണ് കാണുന്നത് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. അപ്പോൾ മോഡേൺ സയൻസ് വെച്ച് നോക്കിയാലും എവറിഥിങ് ഇൻ ദിസ് യൂണിവേഴ്സ് വിൽ ഹാവ് എ കോൺഷ്യസ്നെസ് ഓഫ് ഇറ്റ്സ് ഓൺ. അപ്പോൾ നമ്മൾ ഏത് സബാറ്റമിക് പാർട്ടിക്കിൾസിൽ ചെന്ന് കഴിഞ്ഞാലും അതിൻ്റേതായിട്ടുള്ള ഒരു ബോധതലമുണ്ട്, ഒരു കോൺഷ്യസ്നെസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ദേവതമാരായിട്ട് ഗ്രഹങ്ങളെ കണക്കാക്കുന്നതിലൊരു ഔചിത്യമുണ്ട്, അതിനകത്തൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ഗ്രഹദേവതമാരെ നമ്മൾ തൃപ്തിപ്പെടുത്തുന്നത് കൊണ്ട് ദോഷകാഠിന്യം കുറയുമെന്നും ശുഭഫലങ്ങളിലെ തടസ്സങ്ങളൊക്കെ നീങ്ങും എന്നുള്ളതാണ് വിശ്വാസം. ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഇവിടെ പരിഹാര നിർദ്ദേശങ്ങൾ പറയുന്നത്. പൂർണ്ണ മനസ്സോടുകൂടി, പൂർണ്ണ സമർപ്പണത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഈ വാരം അനുകൂലമല്ലാത്ത ഫലങ്ങൾ കുറഞ്ഞിരിക്കും എന്ന് മാത്രമല്ല, അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ തടസ്സമില്ലാതെ വരും എന്ന് മനസ്സുകൊണ്ട് സങ്കല്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ജീവിത വിജയം തീർച്ചയായിട്ടും വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. ആദ്യമായി മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം. അല്പം ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്ന വാരമായിരുന്നു കഴിഞ്ഞത്. യാത്രകൾ ധാരാളം ഈ വാരവും വരാം. അധിക പണച്ചെലവിനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പണവരവുണ്ടാകും എന്നുള്ളതാണ് പ്രത്യേകത. പ്രത്യേകിച്ച് IT രംഗത്തൊക്കെയുള്ളവർക്ക് ശമ്പള കൂടുതൽ, സാലറി ഹൈക്കൊക്കെ വരുന്ന ഒരു കാലമാണ്. അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻകം വരാനുള്ള ഭാഗ്യവുമുണ്ട്. ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് ഇൻകം വരാം. നമുക്ക് റെഗുലറായിട്ട് കിട്ടുന്ന ഇൻകം അല്ലാണ്ട് എന്തെങ്കിലും ഒരു വരുമാനം കൂടി അല്ലെങ്കിൽ ഒരു തുക ലഭിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. പ്രത്യേകിച്ച് തൊഴിലുള്ളവർക്ക്, ഒരു ഫിക്സഡ് ജോബൊക്കെ ഉള്ളവർക്കായിരിക്കും ഇത് കൂടുതൽ അനുഭവപ്പെടുക. പുതിയ തൊഴിൽ മേഖലകളിലേക്ക് പ്രവേശിക്കാനുള്ള, അതായത് ജോബ് സീക്കേഴ്സിന് പുതിയ ജോബൊക്കെ ലഭിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് പുതിയ ആപ്ലിക്കേഷനൊക്കെ അയക്കാം. ഇൻ്റർവ്യൂസ്, ഏത് കോൾ ലെറ്റർ വന്നാലും അത് അറ്റൻഡ് ചെയ്യാം. യു വിൽ ബി ഏബിൾ ടു കൺവിൻസ് ദി ഇൻ്റർവ്യൂ ബോർഡ് ഇൻ എ വെരി സാറ്റിസ്ഫാക്ടറി വേ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇൻ്റർവ്യൂ ബോർഡിനെ അങ്ങ് ഇംപ്രസ് ചെയ്ത് അത് നേടിയെടുക്കുവാൻ കഴിയുന്ന ഒരു കാലമാണ് ഈ കാലം. നമ്മൾ വെറുതെ കളയരുതെന്നുള്ളതാണ്. ഏത് അവസരം വന്നാലും അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യം. വിവാഹ കാര്യങ്ങൾക്ക് നല്ല വാരം തന്നെയാണ്. അല്പം ആദ്യം ഒരു തടസ്സമൊക്കെ ഉണ്ടാവുമെങ്കിലും വിവാഹാലോചനകൾ വരും. അത് ശ്രദ്ധയോടുകൂടി നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. വിവാഹ കാര്യങ്ങളിൽ ഒരു നിശ്ചയം പ്രതീക്ഷിക്കാം. ബിസിനസ്സിൽ ഒരു മെച്ചമായിട്ടുള്ള അനുഭവമൊക്കെ വരും. എന്നാൽ അധിക പണച്ചെലവ് വരുന്നതുകൊണ്ട്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ, ടാക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഒരു ടൈറ്റ്നസ് ഫീൽ ചെയ്യാം എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിയാം. ആഡംബരങ്ങൾക്ക് വേണ്ടി പണം ചെലവാക്കുന്ന ഒരു വാരമാണ്. പുതിയ ആർട്ടിക്കിൾസ്, ഇപ്പോൾ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഒക്കെ വാങ്ങുവാനും ഹോം അപ്ലയൻസസ് വന്നു ചേരുവാനും ഭാഗ്യമുണ്ട് എന്ന് മാത്രമല്ല, സന്തോഷകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു അനുഭവം ഈ വാരം കേൾക്കുവാൻ ഇടവരും എന്നും കാണുന്നു. പഴയ ബാധ്യതകൾ ഏറെയുള്ളവർക്ക് തീർച്ചയായിട്ടും ചെറിയ പ്രയാസങ്ങൾ ഈ വാരം പ്രതീക്ഷിക്കും. വ്യാഴൻ അത്ര ശുഭസ്ഥാനത്തല്ല എന്നുള്ളതുകൊണ്ട് പുതിയ ബാധ്യതയിലേക്ക് എത്താണ്ടിരിക്കുവാൻ ശ്രദ്ധിക്കണം. അവർ ആഡംബരം കുറച്ച്, പഴയ ലോണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള രീതിയിൽ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. വീട് പണിയായാലും റിയൽ എസ്റ്റേറ്റ് ആയാലും അധിക പണച്ചെലവിനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. പൊതുവെയുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ നീക്കുവാനായി അന്നപൂർണേശ്വരി സ്തോത്രം ജപിക്കുക. അന്നപൂർണേശ്വരി ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ ദിവസവും അവിടെ ദർശനം നടത്തി പ്രാർത്ഥിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങി കുടുംബത്തിന് ഐശ്വര്യം വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കാം. ഇടവം രാശി, കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. മെച്ചമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. ബെറ്റർ തിങ്സ് ക്യാൻ ബി എക്സ്പെക്റ്റഡ് എന്നുള്ളതാണ്. അപ്പോൾ അനുഭവങ്ങൾ വരാം. അതിൻ്റെ സൂചനകളായാലും മതി. കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മുന്നോട്ട് പോയി തുടങ്ങിയ തരക്കേടില്ലാത്ത രീതിയിലൊക്കെ മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു ഫീല് വരാം. പഴയ ബാധ്യതകളുള്ളവർക്കും ഇതൊക്കെ ശരിയാവുമെന്ന് തോന്നുന്നു, ശരിയാവുമോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടാകാമെങ്കിലും കാര്യങ്ങൾ ശുഭമായി വന്നു ചേരാനുള്ള ഭാഗ്യം ഈ വാരം കാണുന്നു. കുറച്ചു കാലമായി വിവാഹം തടസ്സപ്പെട്ടിരുന്നവർക്ക് അനുകൂലമായിട്ടുള്ളൊരു വാരമാണ്. വിവാഹ കാര്യങ്ങളിൽ താല്പര്യത്തോടുകൂടി മുന്നോട്ട് പോവുക.
വിവാഹ നിശ്ചയം, വിവാഹമൊക്കെ നടക്കാൻ ഭാഗ്യമുള്ള വാരമാണ്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള യോഗമുണ്ട്. ഗൃഹാരംഭം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുവാനുള്ള ഒരു ഭാഗ്യവും ഈ വാരം കാണുന്നുണ്ട്. വസ്തു വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കും, റിയൽ എസ്റ്റേറ്റിനെ കുറിച്ചും ഒക്കെ ചിന്തിക്കാനുള്ള ഒരു യോഗം ഈ വാരം കാണുന്നു. ജോലിയിൽ ഒക്കെ മാറ്റം ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോഴത്തെ ജോലിയിൽ ഒരു സോർട്ട് ഓഫ് ഫ്രസ്ട്രേഷൻ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഇതിപ്പോൾ എന്താ വരുമാനം കുറവാണ്, ഒരു പുതിയ ജോലിക്കൊക്കെ ശ്രമിക്കാമെന്നുള്ള തോന്നലുണ്ടാകും. പുതിയ ജോലിക്ക് ശ്രമിക്കുകയും ചെയ്യും. ഇത് അനുകൂലമായിട്ടുള്ള ദശാപഹാരങ്ങൾ ഉള്ളവർക്ക് നല്ല ജോലി തന്നെ തരപ്പെടുവാനുള്ള വാരമാണ് കാണുന്നത് എന്നുള്ള കാര്യം. പ്രത്യേകിച്ച് ചെറിയ പ്രണയിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. പ്രണയം വിവാഹത്തിലെത്താനുള്ള യോഗവുമുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് പൊതുവേ കാണുന്നത്. അതുകൊണ്ട് തന്നെ തടസ്സങ്ങൾ നീക്കുവാനായി മഹാഗണപതിയെ പ്രത്യേകം പ്രാർത്ഥിക്കുക. അടുത്ത ക്ഷേത്രത്തിലെ ഗണപതിയെ കഴിയുമെങ്കിൽ ദിവസവും വണങ്ങുന്നത് ഉത്തമമായിട്ടുള്ള ഫലം നൽകും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. ഈ ഗണപതി പ്രീതി വരുത്തുന്നതുകൊണ്ടും ഗണേശ സ്തോത്രം ജപിക്കുന്നതുകൊണ്ടും പഴയ കടമൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുവാനുള്ളൊരു സാഹചര്യവും ഒരുങ്ങി വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കാം. മിഥുനം രാശി മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. ചില തടസ്സങ്ങൾ ആദ്യം എല്ലാ കാര്യങ്ങളിലും വരുന്നു എന്നുള്ള ഒരു തോന്നലുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എനർജി ലെവൽ അല്പം ഒന്ന് കുറയുവാനോ ഡ്രൈവ് കുറയുവാനോ ഒക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. പല യാത്രകളിലും ഈ ചെലവ് അധികരിക്കാനുള്ള സാധ്യതയും അതുപോലെ തന്നെ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായി നടക്കാത്തത് കൊണ്ട് ഒരു വിഷമവും ഒക്കെ വരാം. മാർക്കറ്റിംഗ് പീപ്പിളിനൊക്കെ ആയിരിക്കും ഇത് കൂടുതൽ അനുഭവപ്പെടുക. ഡിസ്ട്രിബ്യൂഷൻ മാർക്കറ്റിംഗ് ഒക്കെ നടത്തുന്നവർക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാത്തൊരവസ്ഥ വരുന്നത് കൊണ്ട് ചില വിഷമങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞ് മുന്നോട്ട് പോവുക. പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയം വേണ്ട. വിവാഹ കാര്യങ്ങളിൽ ശ്രദ്ധയോടുകൂടി മാത്രമേ മുന്നോട്ട് പോകാവൂ. കാരണം തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ സാധ്യതയേറെയുള്ള വാരമാണ്. പ്രത്യേകിച്ച് പ്രണയ കാര്യങ്ങളിൽ പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ളതാണ്. സോഷ്യലൈസേഷനും ലിമിറ്റ് ചെയ്യുക. അതായത് പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് സെക്സുമായിട്ട് മിങ്കിൾ ചെയ്യുന്നതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി വേണം എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അല്പം ഒരു താല്പര്യക്കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ തടസ്സം വരുവാനോ ഉള്ള സാധ്യതയുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റിയൊക്കെ ഉണ്ടെങ്കിലും ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് മുന്നോട്ട് പോകാത്തത് കാരണമുള്ള ഒരു മനോവിഷമത്തിനുള്ള സാധ്യത ഈ വാരം കാണുന്നു. ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ നീക്കുവാനായി ശ്രീകൃഷ്ണ പ്രീതിയാണ് വരുത്തേണ്ടത്. ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം, പ്രത്യേകിച്ച് അവതാര വിഷ്ണുവിൻ്റെ ദിവസമായിട്ടുള്ള ബുധനാഴ്ചയും വ്യാഴാഴ്ചയും നടത്തിക്കൊള്ളുക. വിഷ്ണുവിൻ്റെ ദിവസമാണ്. പ്രയാസങ്ങളൊക്കെ നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. ശ്രീകൃഷ്ണ സ്തോത്രം ദിവസവും കിഴക്ക് ദർശനമായിട്ട് ജപിച്ചോളൂ. എന്തൊക്കെ പ്രയാസം ഉണ്ടെങ്കിലും ഭഗവാൻ നീക്കിത്തരും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. ഈ കാലമാണ് ഗുരുവായൂർ ദർശനമൊക്കെ അത്യാവശ്യം വേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലൊന്ന് തോന്നുന്ന നല്ലതാണ് എന്നുള്ള കാര്യവും അറിഞ്ഞ് മുന്നോട്ട് പോവുക. എല്ലാ ഐശ്വര്യങ്ങളും വരും. സന്തോഷമായിരിക്കും. കർക്കിടകം രാശി പുണർദം അവസാനത്തെ കാൽഭാഗം, പൂയം ആയില്യം. വരുമാനം ഉണ്ടാവും. അപ്രതീക്ഷിതമായിട്ടുള്ള വരുമാനത്തിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ആഡംബരങ്ങൾക്കായി പണം ചിലവാക്കും. ഇലക്ട്രോണിക് അപ്ലയൻസസ് ഒക്കെ വാങ്ങാനുള്ള ഭാഗ്യമുണ്ട്. ഇപ്പോൾ വാഹനം തന്നെ എക്സ്ചേഞ്ച് ചെയ്താൽ എന്താണ്, റിപ്പയറൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു കാലമാണല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ ഈ കാലം സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾസ് ഒന്നും വാങ്ങരുത്. സെക്കൻഡ് ഹാൻഡ് എന്ത് സാധനം വാങ്ങിയാലും അതുകൊണ്ട് അധിക ചിലവായിരിക്കും ഫലം എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. അലർജി കണ്ടീഷൻസ്, സ്കിൻ ട്രബിൾസ് അങ്ങനെയുള്ള ചെറിയ പ്രയാസങ്ങൾക്കുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഈ പുതിയ മെഡിസിൻസൊക്കെ കഴിക്കുകയാണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധയോടുകൂടി വേണമെന്നറിയാം. പുറത്തുള്ള നമുക്ക് വിശ്വാസമുള്ള ഷോപ്സിൽ നിന്ന് മാത്രം ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. പുറത്തുനിന്നുള്ള ആഹാരം കഴിയുന്നതും ഒഴിവാക്കുക. യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ വരാം എന്നുള്ളതാണ്. യാത്രയ്ക്കുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. പുതിയ അസോസിയേഷൻസിൽ ഒക്കെ ജോയിൻ ചെയ്യാനോ അവരെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകാനുള്ള ഭാഗ്യമുണ്ട്. പുതിയ ജോലിക്കുള്ള ഒരു സാധ്യതയുണ്ടെങ്കിൽ ഇപ്പോൾ ജോലി മാറുന്നത് അത്ര അനുകൂലമായി കാണുന്നില്ല. സർവീസ് കണ്ടീഷൻസൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ജോലി മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. ഈ രാശിക്കാർക്ക് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ബാധ്യത വളരെ, ഇപ്പോൾ സമ്പന്നനാണെങ്കിൽ പോലും ബാധ്യത വരുന്ന ഒരു കാലമായിരുന്നു. കാരണം എക്സ്പെൻസസ് വളരെ ഹൈ ആയിരുന്നാണ് കഴിഞ്ഞ വർഷങ്ങളായിട്ട്.
ഇപ്പോൾ ചിലരിങ്ങനെ ഏറെയിരിക്കും, പണമൊക്കെ വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്, എന്നാൽ കയ്യിൽ ക്യാഷ് അധികം ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ കാലത്ത് ബാങ്ക് ബാലൻസ് നോക്കിയാലും അറിയാൻ പറ്റും, എല്ലാ ദിവസവും അതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോൾ ഒരു ടെൻഷൻ വരാം എന്നുള്ളതാണ്. ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ തരക്കേടില്ല എന്ന് പറയാം, വരുമാനം ഉണ്ടാവും, എന്നാൽ ചിലവ് ഏറിയിരിക്കും എന്നുള്ളതുകൊണ്ട് ചിലവിലൊരു നിയന്ത്രണം വേണം. പൊതുവെയുള്ള സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ നീക്കുവാനായി തിങ്കളാഴ്ച വ്രതമെടുത്ത് ദുർഗാക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളതാണ്. ഭദ്രകാളി ക്ഷേത്രമാണെങ്കിലും വളരെ നല്ല. പിന്നെയുള്ള പൊതുവെയുള്ള കാര്യങ്ങളൊക്കെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവം വരാനുള്ള, വളരെ കാലമായിട്ട് പ്രതീക്ഷിച്ച ഒരു അനുഭവം വരാനുള്ള ഭാഗ്യമുണ്ട്. അതിൽ ആവർത്തിച്ച് തടസ്സം വരികയായിരുന്നു. അതുകൊണ്ട് ഭദ്രകാളി പ്രീതി വരുത്തിക്കോളൂ, ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക, ഭദ്രകാളി 10 ജപിച്ചോളൂ. എന്ത് തടസ്സമുണ്ടെങ്കിലും കാലത്തെ ഭദ്രമാക്കുന്നവൾ ഭദ്രകാളി അത് മാറ്റിത്തരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ചിങ്ങം രാശി, മകം പൂരം ഉത്രമാദ്യത്തെ കാൽഭാഗം. ചിലവ് ഏറിയിരിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ മനസ്സിനല്പം ഒരു ടെൻഷനുള്ള കാലമായിരുന്നു കഴിഞ്ഞ കാലങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഊർജ്ജസ്വലത അല്പം കുറഞ്ഞിരിക്കും. അനുകൂലമായിട്ടുള്ള സൂചന കണ്ടാലും അത് ശ്രമിക്കാനുള്ള, ഇപ്പോൾ ഒരു ബിസിനസ് ആണെങ്കിൽ ആ ഒരു പ്രോജക്റ്റിന് വേണ്ടി ശ്രമിക്കാനുള്ള താല്പര്യം കുറയും. സിനിമ, TV രംഗങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്കും ഇതുപോലെ തന്നെ അവസരങ്ങൾ ലഭിക്കാനുള്ള ഭാഗ്യമുണ്ടെങ്കിലും ഒരുപക്ഷെ നമ്മൾ പ്രത്യേകിച്ച് താല്പര്യം എടുക്കാത്തത് കൊണ്ട് അത് നഷ്ടം അല്ലെങ്കിൽ നഷ്ടപ്പെടുവാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പുതിയ പ്രോജക്ട്സൊക്കെ വന്നു ചേരും. ഇപ്പോൾ സിനിമയാണെങ്കിലും TV ആണെങ്കിലും ബിസിനസ്സിൽ ഏത് ഫീൽഡിലാണെങ്കിലും പുതിയ പ്രോജക്ട്സ് വന്നു ചേരും. അത് വേണ്ട രീതിയിൽ ഫോളോ അപ്പ് നടത്തുക, അത് ലഭിക്കാൻ യോഗമുള്ള സമയം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയാം. നേരത്തെ പറഞ്ഞതുപോലെ അല്പം ഒരു എനർജി ലെവൽ കുറവായിരിക്കും എന്നുള്ളതുകൊണ്ട് എനർജി വർദ്ധിപ്പിക്കേണ്ട ഒരു കാലമാണ്. ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ജയതു ജയതു സൂര്യം സപ്തലോകൈകദീപം കിരണശമിതപാപം ക്ലേശദുഃഖസ്യ നാശം അരുണദിഗമഗമ്യം ചാതിമാദിത്യമൂർത്തിം സകലഭുവനവന്ദ്യം ഭാസ്കരം തം നമാമി എന്നാരംഭിക്കുന്ന ഈ സ്തോത്രം ജപിച്ചോളൂ. ഊർജ്ജസ്വലത വരും, എല്ലാ കാര്യങ്ങളിലും ഡയറിംഗ് ആയിട്ട് ഇറങ്ങാനുള്ളൊരു താല്പര്യം വരും. അത് വിജയത്തിൽ കൊണ്ടുചെന്നെത്തിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. കന്നിരാശി, ഉത്തര അവസാനത്തെ 3/4 ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. ബിസിനസ് തരക്കേടില്ലാതെ മുന്നോട്ട് പോകും, വരുമാനമൊക്കെ ഉണ്ടാവും. പുതിയ ബിസിനസ് ആരംഭിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കും, അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫേഴ്സ്, ഒരു റോൾ ചേഞ്ചോ, അതുകൊണ്ട് കുറച്ചുകൂടെ അതോറിറ്റി ഉള്ളൊരു പൊസിഷനിലേക്ക് വരാനുള്ള ഭാഗ്യവും ഒക്കെ ഈ വാരം കാണുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറച്ച് പണം വരാനുള്ള ഭാഗ്യമുണ്ട്. എന്നാൽ അതുപോലെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ കുറച്ച് പണം പോകാനുള്ള സാധ്യതയും കാണുന്നു. വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. മെക്കാനിക്കൽ ഫെയില്യൂർ, ഇലക്ട്രിക്കൽ ഫെയില്യൂർ, ഇലക്ട്രിക്കൽ എന്തെങ്കിലും ഒരു കോൺസിക്വൻസ് കൊണ്ട് ഇലക്ട്രോണിക് അപ്ലയൻസസ് ഒക്കെ ഡാമേജ്ഡ് ആകുക, ഇതിന് സാധ്യത ഏറെയുള്ള കാലമായതുകൊണ്ട് അതിലൊക്കെ ഒരു നിയന്ത്രണം വേണം. ഒരു കൺട്രോളും വളരെ ശ്രദ്ധയോടുകൂടി അങ്ങനെയുള്ള എക്യുപ്മെൻ്റൊക്കെ കൈകാര്യം ചെയ്യേണ്ട ഒരു സമയമാണ്. സിനിമ, TV രംഗങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തൽക്കാലം കുറയ്ക്കുക, എന്നാൽ അതിലൂടെ വരുമാനത്തിനുള്ള ഭാഗ്യം കാണുന്നു. കാരണം ശുക്രൻ്റെ ഒരു സ്ഥിതി നോക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്. പിന്നെ പ്രണയം അങ്ങനെയുള്ള കാര്യങ്ങളിൽ തൽക്കാലം വേണ്ട. വിദ്യാർത്ഥികൾക്ക് ഒരു പഠന കാര്യങ്ങളിൽ താഴേക്ക് വരാൻ സാധ്യത ഏറെയുള്ള സമയമായതുകൊണ്ട് പ്രണയം, സോഷ്യലൈസേഷൻ ഇതൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്യുക. രാത്രികാല സഞ്ചാരം പ്രത്യേകിച്ച് പ്രായമായവർ ഒഴിവാക്കുക. ചെറിയ ചെറിയ മുറിവോ പ്രയാസങ്ങളോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. വൈദ്യസഹായം വേണ്ട ചില സാഹചര്യങ്ങൾ കുടുംബത്തിൽ വരാം എന്നുള്ളതുകൊണ്ട് അല്പം പണം മാറ്റിവെക്കുക. അധിക പണ ചെലവിനുള്ള സാധ്യത ഈ വാരം കാണുന്നു. പൊതുവെയുള്ള പ്രയാസങ്ങൾ നീക്കുവാനായി ശ്രീ വിഷ്ണു പഞ്ചായുധ സ്തോത്രം ജപിക്കുക. അതായത് സ്ഫുരൽ സഹസ്രാര ശിഖാതി തീവ്രം സുദർശനം ഭാസ്കരകോടി തുല്യം സുരദ്വിഷാം പ്രാണവിനാശി വിഷ്ണു ചക്രം സദാഹം ശരണം പ്രപദ്യേ. സുദർശന ചക്രം എല്ലാ കാര്യങ്ങളിലും എല്ലാ പ്രശ്നങ്ങളിലും രക്ഷയ്ക്കെത്തും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. തുലാം രാശി, ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ 3/4 ഭാഗം.
പല മാറ്റങ്ങളുടെയും സൂചന വന്നു ചേരുന്ന ഒരു വാരമാണ്. കുറേ കാലമായിട്ടുണ്ടായിരുന്ന അനുഭവങ്ങൾ അത്ര അങ്ങോട്ട് സുഖകരമായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് ഈ സൂചനകൾ മനസ്സിനൊരു ഊർജ്ജസ്വലത നൽകുന്നുള്ളതാണ്. വളരെ നിരാശനായിട്ടിരുന്ന പലർക്കും ഈ വാരം അനുകൂലമായിട്ടുള്ള സൂചനകൾ കാരണം ഒരു എക്സൈറ്റഡ് ഫീലിങ്ങും കാര്യങ്ങളിലൊക്കെ അങ്ങോട്ട് ഇറങ്ങി വളരെ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു താല്പര്യവും എനർജിയും പ്ലസൻനെസ്സും വരും എന്നുള്ളതാണ്. കുടുംബ ബന്ധങ്ങളിലുണ്ടായിരുന്ന ശൈഥില്യത്തിനും ചില കാര്യങ്ങളിൽ പരിഹാരമാകും. നമ്മുടെ ഒരു ശ്രമം കൂടി വേണം എന്ന് മാത്രം. ഈ രാശിയിൽ ജനിച്ചവരുടെ സന്തതി ഭാവത്തിന് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഉയർച്ച, അവർക്ക് എന്തെങ്കിലും അവാർഡോ റെക്കഗ്നിഷനോ ഒക്കെ കിട്ടുക, പ്രൈസസ് കിട്ടുക, വിദേശ വിദ്യാഭ്യാസത്തിനുള്ള യോഗം ലഭിക്കുക, ഇതിനൊക്കെയുള്ള ഭാഗ്യം ഈ വാരം കാണുന്നു. ഈ രാശിയിൽ ജനിച്ചവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ഫലസൂചനകൾ കാണുന്നു. വിവാഹ കാര്യങ്ങളിൽ പ്രത്യേകിച്ചും യോജിച്ച രീതിയിലുള്ള വിവാഹാലോചനകൾ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. പ്രണയമൊക്കെ വിവാഹത്തിലെത്തുവാനുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു. എന്നാൽ പ്രണയകാര്യങ്ങളിൽ പ്രണയ സാധ്യത ഉള്ളവർ അത് ഒഴിവാക്കുക. കാരണം റോങ് ചോയ്സ് വരാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ള കാര്യം പ്രത്യേകം അറിഞ്ഞുകൊള്ളുക. കല, സാഹിത്യം, സിനിമ, സംഗീതം ഈ രംഗങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അതിൽ പുതിയ ഓപ്പർച്യൂണിറ്റീസും ഉയർച്ചയ്ക്കുമുള്ള ഭാഗ്യവും പണം വന്നു ചേരാനുള്ള യോഗവും കാണുന്നു. തടസ്സങ്ങൾ നീക്കുവാനായി അടുത്ത ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ഗണപതി ഹോമം കഴിപ്പിച്ച് ആത്മാർത്ഥമായി ഗണേശ സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. വൃശ്ചികം രാശി വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട. പല കാര്യങ്ങളിലും അവിചാരിതമായിട്ട് തടസ്സങ്ങൾ വരുന്നതായി അനുഭവപ്പെടാം. ഒരു കോൾ ഇപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ കോൾ ആ സമയത്ത് വരില്ല. എവിടെന്നെങ്കിലും ഒരു ബില്ല് വന്നു ചേരാനുണ്ടെങ്കിൽ അത് ആ സമയത്ത് വരണമെന്നില്ല. അതായത് ഇപ്പോൾ ക്യാഷാക്കി മാറ്റാൻ ചിലപ്പോൾ പല പ്രയാസങ്ങളും വന്നു ചേരാം. കോൺട്രാക്ടേഴ്സൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് സമയത്ത് ബില്ല് മാറാത്തത് കൊണ്ടുള്ള വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങളും ടെൻഷൻസും വരാം. ബിസിനസ് ഫീൽഡ് തന്നെയുള്ളവർക്ക് ഇതൊക്കെ അങ്ങോട്ട് നിർത്തിയാൽ എന്ത് എന്ന് തോന്നൽ പലർക്കും വരാം. കാരണം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നടക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ടെൻഷൻ. പക്ഷെ വിഷമിക്കേണ്ട കാര്യമില്ല. അല്പം വൈകിയാലും കാര്യങ്ങളൊക്കെ അനുകൂലമായി വന്നു ചേരും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. വിവാഹ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം. ജാതക പൊരുത്തമൊക്കെ നന്നായി നോക്കി വേണം വിവാഹം നടത്തുവാൻ എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. സ്കൂളിലും കോളേജിലും വിദ്യാർത്ഥികൾക്ക് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ് ഒക്കെ വരാം എന്നുള്ളതുകൊണ്ട് ഈ കൂട്ടുകെട്ട് സോഷ്യലൈസേഷനൊക്കെ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള ചെറിയ പ്രയാസങ്ങൾ കാണുന്നതുകൊണ്ട് ട്യൂഷൻ സപ്പോർട്ട് വേണ്ടവർക്ക് അത് അത്യാവശ്യം എടുക്കേണ്ട സമയമാണ്. പിന്നീട് ആലോചിച്ചിട്ട് കാര്യമില്ല എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക. പൊതുവെ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വന്നു ചേരാനുള്ള ഭാഗ്യം പ്രത്യേകിച്ച് സാമ്പത്തിക നിലയിലും ചെറിയ കച്ചവടം നടത്തുന്നവരിലും കാണുന്നുണ്ട്. എന്നാൽ വലിയ ബിസിനസ്സൊക്കെ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള താല്പര്യവും വളരെ ആലോചിച്ചതിന് ശേഷം മാത്രം മതി എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. തടസ്സങ്ങൾ നീക്കുവാനായി ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ചൊവ്വാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തി കഴിയുമെങ്കിൽ അവിടെ ഒരു അല്പം കുങ്കുമം സമർപ്പിക്കുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങും. ആ ദേവി കൂടെ ഉണ്ടാവും. സന്തോഷമായിരിക്കും. ധനുരാശി മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വരുന്നതായി അനുഭവപ്പെടും. പഴയ കൂട്ടുകാരെയൊക്കെ കണ്ടുമുട്ടുവാനുള്ള ഭാഗ്യം, ബന്ധങ്ങളൊക്കെ പുതുക്കുവാനുള്ള ഒരു അവസരം ഒക്കെ ലഭിക്കും. യാത്രകളിലൂടെ നേട്ടങ്ങൾ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. ഹൈ കോൺടാക്ട്സ് ജീവിതത്തിൽ ഉയർച്ച നൽകും എന്നുള്ളതിൽ സംശയം വേണ്ട. പുതിയ ഒരു ഫീൽഡിലേക്കുള്ള പ്രവേശത്തിനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഒരു ഗവൺമെൻറ് ഓഫീഷ്യലോ അല്ലെങ്കിൽ സെമി ഗവൺമെൻറ് പ്രൈവറ്റ് ഫേംസിലൊക്കെ ജോലിയുള്ളവർക്ക് പുതിയൊരു ഫീൽഡ്, പുതിയൊരു ജോലി, നല്ലൊരു പ്രൊമോഷൻ, നല്ലൊരു പ്ലേസ്മെൻറ്റ്, അല്ലെങ്കിൽ സിനിമ കലയുമായിട്ടുള്ളൊരു എക്സ്പോഷറൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യം ഈ വാരം കാണുന്നു. ഒരു പക്ഷേ അവിചാരിതമായിട്ടുള്ള ഒരു കണ്ടുമുട്ടൽ ഒരു പ്രണയത്തിലേക്കോ നല്ലൊരു സൗഹൃദത്തിലേക്കോ കൊണ്ടുചെന്നെത്തിക്കുവാനുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു. പൊതുവെ അനുകൂലമായിട്ടുള്ള ഫലസൂചനകളാണ് കാണുന്നത് എന്ന് പ്രത്യേകിച്ചറിയുക. ശനിയാഴ്ചകളിൽ വ്രതമെടുത്ത് ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തി അവിടെ കഴിയുന്ന ദിവസങ്ങളിൽ ശനിയാഴ്ചകളിൽ നീരാജനം കൂടി കഴിപ്പിച്ചോളൂ. ശനിയുടെ ഒരു സ്ഥിതി കൊണ്ടുള്ള സകല തടസ്സങ്ങളും നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും.
മകരം രാശി ഉത്രാട അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. പൊതുവെ യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ വന്നു ചേരുന്ന കാലമാണ് എന്നുള്ളതാണ്. സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. സന്തതിയുടെ ജനനം അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള അവസരം, വിദേശത്തുള്ള സ്വന്തം കുട്ടികളൊക്കെ വന്നു ചേരാനോ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കുടുംബത്തിൽ വന്നു ചേരാനുള്ള ഒരു ഭാഗ്യം ഈ വാരം കാണുന്നു. അൺഎക്സ്പെക്റ്റഡ് പ്രസൻസൊക്കെ, സമ്മാനങ്ങളൊക്കെ ലഭിക്കാനുള്ള യോഗമുണ്ട് എന്നുള്ളതാണ്. അതിൽ മനസ്സിന് സന്തോഷം വരാം. പലരും എന്നെ ഓർത്തിരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ള ഒരു തോന്നലും മനസ്സിന് സന്തോഷവും സംതൃപ്തിയും പകരാം. ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികളുടെ വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകുവാനും അവർക്ക് സന്തതി ജനനം അങ്ങനെയുള്ള ചെറിയ ആഘോഷങ്ങൾ വന്നു ചേരുവാനുള്ള ഭാഗ്യവുമൊക്കെ ഈ വാരം കാണുന്നു എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ജോലി തരപ്പെടും. ഉള്ളവർക്ക് നഷ്ടത്തിലായിരുന്ന ബിസിനസ് പോലും ക്രമേണ ലാഭത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു സൂചന ലഭിക്കുവാനുള്ള യോഗവുമൊക്കെ ഈ വാരം കാണുന്നു എന്നുള്ളതുകൊണ്ട് ശ്രദ്ധയോടുകൂടി, ഭക്തിയോടുകൂടി, സമർപ്പണ മനോഭാവത്തോടെ മുന്നോട്ട് പോവുക. ചെയ്യേണ്ട ഒരു കാര്യം വ്യാഴപ്രീതി വരുത്തുക എന്നുള്ളതാണ്. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ വ്യാഴന് വ്യാഴാഴ്ച പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. വ്യാഴസ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. എല്ലാ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളും നീക്കി കുടുംബത്തിന് ഐശ്വര്യം നൽകും ദേവഗുരു എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. കുംഭം രാശി അവിട്ട അവസാനത്തെ പകുതി ഭാഗം, ചതയം, പുരൂരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. പൊതുവേ ഏഴരശനിക്കാലം എന്ന ജ്യോത്സ്യന്മാർ പറഞ്ഞ് വളരെയധികം ടെൻഷൻസിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു കാലമായിരുന്നു. പല ടെൻഷൻസും ഒരുപക്ഷെ സാമ്പത്തികമായിട്ട് വളരെയധികം ബാധ്യതകൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അധിക പണച്ചെലവ് കൊണ്ടുള്ള പ്രയാസങ്ങളോ അല്ലെങ്കിൽ കടം ലോണൊക്കെ കൊണ്ടുള്ള പ്രയാസങ്ങളോ അനുഭവിച്ചിരുന്ന ഒരു കാലമായിരുന്നു. അതിലൊരു കുറവ് വന്നു ചേരുന്ന വാരം ആരംഭിക്കുകയാണ് എന്നുള്ളതുകൊണ്ട് സന്തോഷകരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോവുക. പല പ്രശ്നങ്ങളും കുറയുന്നതായി അനുഭവപ്പെടും. വാഹനം കൊണ്ട് നേട്ടം വരാം. പുതിയ വാഹനം വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കും. അല്ലെങ്കിൽ വീട്, ഫ്ലാറ്റൊക്കെ വാങ്ങുന്നതിനെക്കുറിച്ചോ ഒരു വാസസ്ഥാനം മാറുന്നതിനെക്കുറിച്ചോ ഒക്കെ ചിന്തിക്കുന്ന ഒരു സമയമാണെന്നറിയാം. വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകും. ഹയർ എഡ്യൂക്കേഷനുള്ള ഭാഗ്യമുണ്ട്. ദൂരദേശത്തും വിദേശത്തും ജോലി ലഭിക്കുന്ന ഒരു കാലമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. ജാതകത്തിലെ ചൊവ്വാദോഷം, രാഹുദോഷം, കേതുദോഷം ഇങ്ങനെ എന്തെങ്കിലും ദോഷമുള്ളവർ അതിനും പരിഹാരം ചെയ്യുന്നതുകൊണ്ട് വിവാഹ കാര്യങ്ങളിലെ തടസ്സങ്ങളൊക്കെ തന്നെയും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. ചെറിയ ഫിസിക്കൽ പ്രോബ്ലംസിനുള്ള ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ്, സ്കിൻ ഡിസോർഡേഴ്സ് ഇതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. വൈകാരികമായിട്ടും പലതരത്തിലുള്ള പ്രയാസങ്ങളുടെ ഒരു സൂചനയുണ്ട് എന്നുള്ളതുകൊണ്ട് നാഗരാജ പ്രീതി വരുത്തുക. ആയില്യത്തിന് അടുത്ത ക്ഷേത്രത്തിലെ നാഗർക്ക് 100 പാലും നൽകി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ദിവസവും ശ്രീ നാഗരാജ അഷ്ടോത്തര ശതനാമാവലി കൂടി ജപിക്കുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങി ഐശ്വര്യം വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മീനം രാശി പുരൂരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതാണ്. അതായത് കാറോ ബൈക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങാനോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് അപ്ലയൻസസ് ഒക്കെ വാങ്ങാനോ ഉള്ള ഭാഗ്യം ഈ വാരം കാണുന്നു. അധിക പണച്ചെലവാണ് കാണുന്നത്. എന്നാൽ വരുമാനം ഉണ്ടാകുമെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ളൊരു വരുമാനം പ്രത്യേകിച്ച് ബിസിനസ് രംഗത്തുണ്ടാകണം എന്നില്ല. അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടാകും, അതിൽ സംശയം വേണ്ട. ജോലി സ്ഥലത്ത് ചെറിയ പ്രയാസങ്ങൾ കൊളീഗ്സിൽ നിന്നും ഉണ്ടാകാം, അല്ലെങ്കിൽ തെറ്റിദ്ധാരണ മൂലം ഉണ്ടാകാം എന്നുള്ളതുകൊണ്ട് പലപ്പോഴും മനസ്സിനൊരു സമാധാനക്കുറവ് പ്രകടമായി വരാം. ഇൻഡസ്റ്റൈൻ അല്ലാതെ വയറ് സംബന്ധമായിട്ടുള്ള ചില അസുഖങ്ങളൊക്കെ വരുന്ന ഒരു കാലമായതുകൊണ്ട് ദൂരത്ത് നിന്നും പുറത്തു നിന്നുമൊക്കെ ആഹാരം കഴിക്കുന്നത് കുറയ്ക്കുക, ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ള കാര്യം അറിയുക. ജോലി മാറുന്നതിനെക്കുറിച്ചുള്ള തീരുമാനമൊക്കെ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക. കാരണം ജോലി സ്ഥലത്ത് അവിചാരിതമായിട്ടൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസം എമർജ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ ഇഗ്നോർ ചെയ്യുന്നു എന്നുള്ളൊരു ഫീലിംഗ് വരുന്നത് കൊണ്ട് ജോലി മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനും ഒക്കെയുള്ള സാധ്യത ഏറെയാണ്. എന്നാൽ ജോലി മാറാൻ പറ്റിയൊരു
അവസരമല്ല, അത് മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക. വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂട്ടുകെട്ട് കഴിയുന്നതും കുറയ്ക്കണം. സ്വൽപ്പേരിന് ചെറിയ പ്രയാസങ്ങൾ വരുന്ന ഒരു കാലമായതുകൊണ്ട് അധികാരപ്പെട്ട പവർ ആൻഡ് അതോറിറ്റിയുള്ള സ്ഥാനത്തിരിക്കുന്നവർ പൊതുവെ അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷനിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പെട്ടെന്ന് നമ്മൾ കാര്യങ്ങൾ നടപ്പാക്കുന്നതുകൊണ്ട് പലതരത്തിലുള്ള പ്രയാസങ്ങളും വരാനുള്ള സാധ്യതയുണ്ട് എന്നറിയാം. ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക് ചെറിയ ആരോഗ്യ പ്രയാസങ്ങൾക്കുള്ള സാധ്യത കാണുന്നു. ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന കൊണ്ട് അതും നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയം വേണ്ട. ചെയ്യേണ്ട ഒരു കാര്യം വ്യാഴപ്രീതി വരുത്തിക്കൊള്ളൂ. വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ശ്രീ വിഷ്ണു സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങി മനസ്സിന് സമാധാനവും സന്തോഷവും കുടുംബത്തിന് ഐശ്വര്യവും വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ഇനി മെയിലാണ്. ഈ പ്രോഗ്രാമിലേക്ക് മെയിൽസ് അയക്കാം. തിരഞ്ഞെടുക്കുന്ന സെലക്റ്റഡ് മെയിൽസിനുള്ള റിപ്ലൈ ഈ പ്രോഗ്രാമിലൂടെ നൽകും എന്നുള്ള, ഫ്രീ ഓഫ് കാസ്റ്റ് നൽകും എന്നുള്ള കാര്യം അറിയാം. സെലക്റ്റഡേ അയക്കാൻ മറുപടി നൽകുവാൻ കഴിയുള്ളൂ. കാരണം വളരെയധികം വോളിയം ഓഫ് മെയിൽസ് വരുന്നുണ്ട്. ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം ഇവ നിർബന്ധമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. എന്തിനെക്കുറിച്ചാണോ അറിയേണ്ടത് അത് പിൻ പോയിൻ്റ് ചെയ്യുക. അപ്പോൾ അത് മറുപടി പറയാൻ എളുപ്പമുണ്ടാവും. ഇനി മെയിൽസിലേക്ക് കിടക്കാം. സൗഭാഗ്യവതി നീത പാണ്ഡ്യൻ, മഹാബലിപുരം, ചെന്നൈ. I am 42. ഇംഗ്ലീഷിലാണ് ലെറ്റർ. I've been watching your program, especially the English programs which you are doing for a long time. I know a little of Malayalam, and so I watch your program every week. I am 42, Simha Rashi. Simha Rashi means Chingam Rashi. Chingam Rashi. And your nakshatram is Puram. It is Purva Bhalguni. She says, husband is no more, I have no children, I feel very lonely. Business is going on well, I feel lonely. I am not very much involved in business. Business is going on very well, but I am not very much involved in business because I am very well settled with required finances and all that. I was doing business in food and textiles, now well off. Shall I go in for a second marriage? That is, shall I go in for a marriage? Two very close people want to marry me. Oh, that is very good. That is very good. She has said that she is 42. And Simhan Rashi. You can think definitely about marriage now, and you are likely to get married within the next 9 months. Within the next 9 months, you are likely to get married. Shukra Sappirit. So Shukra Sappirit, and so you might think about marriage. Marriage offers will come, and you are likely to yield for that offer, and so you are likely to get married, and it is going to have a very good effects on your life. Your loneliness will definitely fade into oblivion, and you are going to be very happy. According to the horoscope, you have mild Chuvadosham, that is Mangalik. What you have to do is observe Monday Vridam in a very sincere way and go to a Shiva Parvati Kshetram and perform Sahasra Namarchana. Also chant every day Shiva Parvati Stotram. You will have a very good marital life and happy times are ahead. Be happy and confident. രണ്ടാമത്തെ മെയില് സൗഭാഗ്യവതി നിമി സണ്ണി ഏജ് 29, തൃക്കേട്ട നക്ഷത്രം, നാസാണ്. വോൺസ് ടു ഗോ ടു ഓസ്ട്രേലിയ. തടസ്സം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓസ്ട്രേലിയയിലേക്കുള്ള പോകാൻ താല്പര്യമുണ്ട്. എല്ലാം ഇങ്ങനെ അടുത്ത് വന്നതാണ്, പെട്ടെന്ന് പോകാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ 4 മാസം മുമ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തൃക്കേട്ട നക്ഷത്രം. വിഷമിക്കാനൊന്നും തന്നെ ഇല്ല. വിദേശത്ത് തന്നെയാണ് യോഗം. വിദേശ ജോലി കിട്ടും, വിദേശത്തേക്ക് പോകും, അതിനുള്ള സംശയം ഒന്നും തന്നെ വേണ്ട. പക്ഷേ ഇനിയും 9 മാസം അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. ഇപ്പോൾ ചെറിയ തടസ്സങ്ങളൊക്കെ ഉള്ളൊരു കാലം തന്നെയാണ്. അത് പ്രത്യേകിച്ച് അറിഞ്ഞ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. യു വിൽ ഹാവ് എ ഗ്രേറ്റ് ഫ്യൂച്ചർ ആൻഡ് യു വിൽ ബി വർക്കിംഗ് in a foreign country, and definitely you are going to have a very good placement as well, but only after 9 months. For the time being, of course, you might get a chance to go there, but still the appointment or the job you get will be just average, and after that you will come up very well. Generally, you have a very fortunate horoscope. That is what is indicated. You are a very qualified woman. Whatever that is required, you are equipped to go to a foreign country, work there and earn a lot of money. So be confident and happy. Everything is going to materialize very soon. That is what is indicated. But
you will have to wait for a very good period only after 9 months. Now things will go relatively in a very smooth way, and you are likely to go to a foreign country very soon, and you are going to be happy about it. Be confident and happy. Sri Mahipal Pallana, M.Tech ആണ്, 32 വയസ്സായി, സ്റ്റാർ വിശാഖം. 5 വർഷമായി നല്ലൊരു ജോലി കിട്ടിയിട്ടില്ല. 4 വർഷം ചെറിയ ജോലിക്കാണ് വർക്ക് ചെയ്യുന്നത്. ആൾക്കാരിൻ്റെ സാലറി കേട്ടാൽ തന്നെ ചിരിക്കും. എല്ലാവരും ചോദിക്കാറുണ്ട്, ഈ M.Tech കഴിഞ്ഞിട്ട് എന്താ ഒരു നല്ല ജോലി കിട്ടാത്തത്? ഈ 20,000 30,000 ചെറിയ ജോലികളാണ് ഇപ്പോൾ ചെയ്യുന്നത്. നല്ലൊരു ജോലി കിട്ടാൻ എന്ത് ചെയ്യണം എന്നാണ് ശ്രീ മഹിപാൽ പല്ലനയിൽ നിന്ന് ചോദിക്കുന്നത്. വിഷമിക്കാൻ ഒന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യം ആദ്യം അറിഞ്ഞോളുക. വിഷമിക്കാൻ ഒന്നും തന്നെ ഇല്ല. ചെയ്യേണ്ട ഒരു കാര്യം, വെള്ളിയാഴ്ചകളിൽ വ്രതമെടുത്ത് ദേവീ ക്ഷേത്ര ദർശനം നടത്തിക്കൊള്ളുക. എല്ലാ അനുകൂലമായിട്ടുള്ള ഫലങ്ങളും വരും. ദിവസവും മഹാലക്ഷ്മി അഷ്ടകം കൂടി ജപിച്ചോളൂ. എല്ലാ ഐശ്വര്യങ്ങളും വരും. സംശയം ഒന്നും തന്നെ വേണ്ട. വെള്ളിയാഴ്ചകളിൽ മുല്ലപ്പൂ കൊണ്ട് ദേവിക്ക് അർച്ചന കൂടി നടത്തിക്കൊള്ളൂ. ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യവും വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ശ്രീമതി റാണി കുലശേഖരം, മകൻ പുരൂരുട്ടാതി +2-നാണ്. ഏത് ഫീൽഡാണ് നല്ലത്? പുരൂരുട്ടാതിയാണ്, ഏഴര ശനിക്കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠന കാര്യങ്ങളിൽ അല്പം പിന്നോക്കം പോയിട്ടുണ്ടാകാം. കഴിവുള്ള കുട്ടിയാണ്, വളരെ ഇൻ്റലിജൻ്റാണ്. പക്ഷേ അതിൻ്റെ ആപ്ലിക്കേഷൻ കുറവാണ്. ഇപ്പോൾ ഹാർഡ് വർക്ക് ഒന്നും ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രയാസം. പിന്നെ ജാതകത്തിൽ ഈ ശനിയുടെ ഒരു സ്ഥിതി വെച്ച് നോക്കുമ്പോൾ വലിയ തിയറി ഓറിയൻറ്റഡ് സബ്ജക്ട്സ് ഒന്നും കുട്ടി പഠിച്ചെടുക്കില്ല. അതുകൊണ്ട് ആ രീതിയിൽ പോകേണ്ട, അപ്ലൈഡ് ആയിട്ടുള്ള കോഴ്സസ് ആയിരിക്കും നല്ലത്. ശുക്രൻ വളരെ ബലവാനായതുകൊണ്ട് സിനിമ TV റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസൊക്കെ ചെയ്യാം. മീഡിയ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ മീഡിയ പ്രൊഡക്ഷനോ ഒക്കെ ചെയ്യാം. ഫോട്ടോഗ്രാഫി ചെയ്യാവുന്നതാണ്. ഫോട്ടോഗ്രാഫി, മൂവി ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ മറ്റ് ഫോട്ടോഗ്രാഫിക് ഏരിയാസൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. സോഫ്റ്റ്വെയർ ഫീൽഡ് നല്ലതാണ്. പക്ഷേ അത് തിയററ്റിക്കലായിട്ട് ഇപ്പോൾ എഞ്ചിനീയറിംഗിലൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അങ്ങനെയുള്ളൊരു കോഴ്സിന് പോയാൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെയുള്ള അപ്ലൈഡ് കോഴ്സസ് ആയിരിക്കും നല്ലത്. അത് വിദേശത്ത് വേണമെങ്കിൽ പോയി പഠിക്കാവുന്നതാണ്. ഇഫ് യു ആർ ഫൈനാൻഷ്യലി സൗണ്ട്. അതും ജാതകത്തിനകത്ത് വിദേശ വിദ്യാഭ്യാസത്തിനുള്ള യോഗവുമുണ്ട്, വിദേശ വരുമാനത്തിനുള്ള ഭാഗ്യവുമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല. നല്ലൊരു ജോലി, നല്ല സ്ഥിതിയും ശ്രീമതി റാണിയുടെ മകന് ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ഇന്നത്തെ ജ്യോതിഷ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ.